ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വേണേൽ പറയാം കേട്ടോ. നമ്മൾ വടകര CM ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ATMിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാളുണ്ടായിരുന്നു അകത്ത്. അങ്ങനെ അവർ ഇറങ്ങിയ പിന്നെ ഞാൻ കയറിയിട്ട് പൈസയൊക്കെ എടുക്കുകയാണ്. അമ്പാടി ഏട്ടനും നമ്മൾ സ്കൂട്ടിയിൽ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അംഗനവാടിയിൽ നിന്നൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ നേരെ വടകരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൈസയൊക്കെ എടുത്ത് നമ്മൾ ഫിസ്മി ഫർണിച്ചർ എന്നാണെന്ന് തോന്നുന്നു കടയുടെ പേര് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും റേറ്റ് ഏതാണ്ട് 5000 അറൗണ്ട് ഈ ഒരു ഊഞ്ഞാലിനാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞേ പിന്നെ അവർ വേറെ മോഡലൊക്കെ വരും, കുറച്ച് ദിവസം എടുക്കും എന്നൊക്കെ പറഞ്ഞേ പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് ഒന്ന് നോക്കാമെന്ന് കരുതി. അപ്പം അർജുൻ സ്റ്റീൽസ് ഫർണിച്ചർ അങ്ങനെ എന്തോ പേര് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കല്യാൺ സിൽസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ. അങ്ങനെ അവിടെ വന്നേ പിന്നെ നമ്മൾ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഗോഡൗൺ ആണോയെന്നറിയില്ല, അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഈ ഒരു ഊഞ്ഞാൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി ഇതുള്ളതാ തിക്നെസ് ഉള്ളതാ. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഊഞ്ഞാലായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 3000 ഏതാണ്ട് 4000 അടുത്തുണ്ടെന്ന് തോന്നും. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ കയറി ഒന്ന് ഇരുന്നു കംഫർട്ടബിൾ ആണോ എന്താണെന്നുള്ള ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സമയം ആടിയ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വലിയ താല്പര്യമില്ല വൈറ്റ് ആയത് കാരണം പൊടി പിടിച്ച് നമുക്ക് വീട്ടിൻ്റെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൊടി പിടിക്കാനുള്ള ചാൻസ് കാരണം നമ്മൾ വൈറ്റ് വേണ്ട ബ്ലാക്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുവാണ്. പിന്നെ ഒത്തിരി ലെങ്ത്ത് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഊഞ്ഞാലിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ആ ഒരു ചങ്ങലയില്ലേ അത് ഒത്തിരി ലെങ്ത്ത് വേണം, കാരണം ഒത്തിരി ഹൈറ്റിലാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഊഞ്ഞാലിന്മേൽ ഓൾറെഡി നമുക്ക് ഹാങ് ചെയ്യുന്ന കമ്പി പോലെയുള്ള അതുണ്ട് കേട്ടോ. അത് നമുക്ക് സെപ്പറേറ്റ് വേണേൽ മേടിക്കാം, അല്ലെങ്കിൽ ഊഞ്ഞാൽ മാത്രമായിട്ട് മേടിക്കാം. പിന്നെ ഊഞ്ഞാലിൻ്റെ കൂടെ തന്നെ കുഷ്യനും വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിന് പറഞ്ഞത് 3700 അങ്ങനെ അങ്ങാണ്ടാണ്. അതിൽ നിന്ന് ചെറിയ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേഷ്യൻ്റ് വിളിച്ചേ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വരാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പേഷ്യൻ്റൊക്കെ നോക്കി നമ്മൾ പിന്നെയും കാർ എടുത്ത് പോകാമെന്ന് കരുതി, കാരണം 1-2 കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്കൂട്ടിയിൽ വെച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം കാർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6:15 കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജിയോ മാർട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ അപ്പോളം മാളിലാണ് ഇതൊക്കെ വരുന്നത്. ചിക്കിങ് വരുന്നുണ്ട്, പിന്നെ കുറേ എന്താ പറയുക ഫുഡിൻ്റെ കോട്ട് പോലെ വരുന്നുണ്ട്, പിന്നെന്താ ബേബീസിൻ്റെ ഡ്രസ്സസ് അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ജിയോ മാർട്ട് പിന്നെ എന്തായിരുന്നു പിന്നെ ഒത്തിരി ഉണ്ട്, എന്നോട് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ ഓരോ എന്താ പറയുക ഷോപ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയ പിന്നെ നമുക്ക് പഞ്ചസാര പിന്നെ കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളത് കുറച്ച് കളക്ട് ചെയ്യണമായിരുന്നു കേട്ടോ. പിന്നെ ഹോർലിക്സ് വേണോ ബൂസ്റ്റ് വേണോ നോക്കിയിട്ട് അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കേട്ടാ കുറേ കാലമായില്ലേ ഹോർലിക്സ് കുടിക്കുന്ന, ഇച്ചിരി ബൂസ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബൂസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും നോക്കാമെന്ന് കരുതിയിട്ട് ആപ്പിൾ ഞാനിത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ പച്ചമുളക് അങ്ങനെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ എക്സു ആണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പ്രില്ല് പോലത്തെ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്. 149 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈ ജിയോ മാർട്ടിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഓഫറൊക്കെ കിട്ടും. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ചു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനും അമ്പാടിയും ആണെങ്കിൽ നമ്മുടെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അവിടെ കുറേ എന്താ ട്രീസും പിന്നെ തൊപ്പികളും പിന്നെ നമുക്ക് ഈ ട്രീയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. അല്ലാതെ ട്രീനെക്കാട്ടും പൈസ അതിൽ ഹാങ് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾക്കാണ്. പിന്നെ നമ്മൾ ഹെയർ ബാൻഡ് അപ്പൂപ്പൻ്റെ തരത്തിലുള്ള ഒരു ഹെയർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേക്ക് വരുന്ന 599 അങ്ങനെ പല പല റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ സ്വന്തമായിട്ട് ക്രിസ്മസ് ട്രീ ഒന്നും ഇതുവരെ വീട്ടിൽ ഒരുക്കിയിട്ടില്ല. നമ്മൾ കോളേജിൽ നിന്നൊക്കെ ചെയ്യുമല്ലോ, ഇതുവരെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വാങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. പിന്നെ നമുക്ക് സ്റ്റാർ മേടിക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് വേറെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി. ഇവിടെ പേപ്പറിൻ്റെ ഒരു ടൈപ്പിലുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ അവിടെ കുറേ ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് കേട്ടോ. പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെയും കുറേ ബോട്ടിൽസ് പ്ലാസ്റ്റിക്കിൻ്റെ, എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കാനും നല്ലതല്ലേ. ഏട്ടന് വലിയ താല്പര്യമില്ല പ്ലാസ്റ്റിക് വാങ്ങുന്നത്. എന്നെ എപ്പോഴും വഴക്ക് പറയും കേട്ടോ പ്ലാസ്റ്റിക് വാങ്ങി കൂട്ടുക എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ ഉന്തി നേരെ ഫ്രണ്ടിലായിരുന്നു ഇന്നിപ്പോൾ കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കവറൊന്നും മേടിച്ചില്ല, നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ വേറെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നു കേട്ടോ. അവിടെ സ്റ്റാറിൻ്റെ ഒത്തിരി കടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇതാ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെയുള്ള കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ, സൈഡിലുള്ള ഒത്തിരി ഷോപ്സ് ഉണ്ട്. അവിടേക്ക് ഇങ്ങനെ ഇരുട്ടിലാണ്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പലതരം സ്റ്റാറും ട്രീയും ക്രിസ്മസിൻ്റെ എല്ലാത്തരം വൈബും അവിടെ പോയപ്പോഴത്തേക്കും കണ്ടറിയാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നോക്കി ലാസ്റ്റ് 200 സംതിങ് ആയതേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു ഈ ഒരു സ്റ്റാറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ലൈറ്റ്സൊക്കെ കത്തിച്ച് തന്നു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവില്ലെന്ന് തോന്നും. കാരണം പേപ്പറിൻ്റെ ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ 1-2 വർഷം യൂസ് ചെയ്യുമ്പോൾ പോവുമല്ലോ. അങ്ങനെ അവിടെ നല്ല എന്താ പറയുക പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. ലൈറ്റ്സൊക്കെ തെളിച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അമ്പാടി ഇത് അവിടുന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് അവിടുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൊട്ടപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞല്ലോ. പിന്നെ അവിടെ ഒത്തിരി ഫാൻസി കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വളരെ കുറവാണ്. ഞാൻ മുൻപ് ചെറുപ്പത്തിലൊക്കെയാണ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. കുറേ നാളായി ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ടോയിൻ്റെ കട കണ്ടേ. പിന്നെ അമ്പാടി അവിടെ നിന്ന് ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടെ കയറിയിട്ടതാ എന്താ വേണ്ടേന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറേ നോക്കി ലാസ്റ്റ് അതാ ഒരു ലോറിയാണോ അതോ ടിപ്പറാണോ എന്ന് അറിയില്ല കേട്ടോ. അതേപോലെയുള്ളൊരു ഐറ്റമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മേടിച്ച് നമ്മൾ വണ്ടിയെടുത്ത് നേരെ ചിക്കൻ മേടിക്കാൻ പോയിട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വടകര ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ടുള്ള തന്നെ ചിക്കൻ കിട്ടുന്ന ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മേടിച്ച് വീട്ടിലെത്തി. പിന്നെ പിറ്റേ ദിവസം സന്ധ്യക്കാണ് നമ്മൾ സ്റ്റാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അജേട്ടൻ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഫോണിൽ കാണുന്നത് പോലെയല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഇതുപോലെയല്ല കേട്ടോ കാണാനായിട്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ ആദ്യത്തെ കടയിൽ ഫിസ്മയിൽ അവിടെ പുതിയ കുഞ്ഞാലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ അർജുൻ ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ബ്ലാക്കിലല്ല ഒരു ഗ്രേ ടൈപ്പിലാണ് വരുന്നത്. ഏതാണ്ട് 4000 ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ള റേറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ബ്ലാക്കിനോടാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം. കാരണം പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത് ബ്ലാക്ക് ആണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അമ്പാടി ഇത് അവിടെ ഇരിപ്പുണ്ട്. ഏട്ടൻ ജസ്റ്റ് ഒന്ന് അതിലിരുന്നൊക്കെ നോക്കി കംഫർട്ടബിൾ ആണോ, സെറ്റാണ്. ഊഞ്ഞാലായിട്ട് വേണേൽ മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാങ് ചെയ്തുന്ന ആ ഒരു കമ്പിയോടെ മേടിക്കാം കേട്ടോ. മൊത്തത്തിൽ എനിക്ക് എത്ര റേറ്റ് ഒന്നും ഓർമ്മയില്ല. എനിവേസ് അവിടെ നോക്കിയിട്ട് അങ്ങനെ അവർ പറഞ്ഞു നമുക്ക് വേറെ അവിടെ ഗോഡൗണിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഏട്ടൻ ഇത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അജേട്ടൻ നോക്കുമ്പോഴത്തേക്കും തന്നെ നീല കളറാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നീല കളർ. നമുക്ക് ബ്ലാക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പൊടി പറയാലൊന്നും മനസ്സിലാവാത്ത രീതിയിൽ. പിന്നെ അത് നമ്മൾ പൊടി തട്ടിയെടുക്കും, യൂസ് ചെയ്യും, എന്നാലും ഒരു ബ്ലാക്കാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നിട്ടുള്ളത് അർജുൻ സ്റ്റീൽസിലാണ്. നമ്മൾ ആദ്യം പോയ കടയിൽ തന്നെ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടെ റെഡ് ആൻഡ് വൈറ്റും പിന്നെ ബ്ലാക്കും ആയിരുന്നുണ്ട്. അത് അങ്ങനെ ബ്ലാക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകാന്നുള്ളൊരു വെപ്രാളം ഉണ്ടായിരുന്നു. കാരണം കാറിൽ കയറുമെന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു ഡിക്കിയിൽ കയറാൻ ചാൻസ് ഉണ്ടെന്നാണെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഭാഗ്യത്തിന് അത് കയറി ഡിക്കിയിൽ കയറുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ CMൻ്റെ അവിടെയുള്ള നല്ലൊരു ജ്യൂസ് കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇളനീർ ജ്യൂസ് അവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർ നമ്മുടെ കൂളർ പോലത്തെ അതിൽ വെക്കും കേട്ടോ, ഫ്രീസറിൽ. അത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് തരാനായിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് അടിപൊളിയായിരുന്നു. കുടിച്ച് നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം അമ്പാടി ഇതാ നല്ല കിടത്താണ് അതിൽ കേട്ടോ. ഊഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഹാങ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അടിപൊളിയാണ് കേട്ടോ. എനിവേസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. ടാറ്റ, ബൈ ബൈ, സി യു, ലവ് യു ഓൾ.